കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിയും നേതാക്കളും പ്രതികളായതോടെ മുഖം രക്ഷിക്കാൻ ജനകീയ പ്രതിഷേധ റാലിയുമായി സിപിഎം. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ച പാർട്ടിയല്ല സിപിഎം എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ. അതേസമയം കരുവന്നൂരിലെ ഇടതുകൊള്ള തുറന്നുകാട്ടാൻ ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത പ്രതിരോധത്തിലാണ് സിപിഎം. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനുള്ള പല തന്ത്രങ്ങളും അവർ പയറ്റുകയാണ്. ജനകീയ പ്രതിഷേധ റാലി അതിന്റെ ഭാഗമായി തന്നെയല്ലേ? തീർച്ചയായിട്ടും രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ കുറ്റപത്രം സമർപ്പിച്ചതോടെ യഥാർത്ഥത്തിൽ സിപിഎമ്മിന് മുകളിൽ കരിനിഴലായി നിൽക്കുകയാണ് ഈ സംവിധാനങ്ങളെല്ലാം. എന്തായാലും അത് താൽക്കാലികമായിട്ട് മുഖം രക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ന്യായീകരണങ്ങൾ നിരത്തുന്നതിനും ചില ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിനും വേണ്ടിയാണ് പാർട്ടി അണികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നൊരു പ്രതിരോധ ജാഥ ഇന്ന് തൃശ്ശൂരിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എ വിജയരാഘവനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ഈ ഇഡിയെ കൊണ്ടൊന്നും സിപിഎമ്മിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ചില ന്യായീകരണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടത്തിയതിനപ്പുറം മറ്റ് മെറിറ്റിലേക്ക് കടന്നുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം പറയാൻ തയ്യാറായിട്ടിരുന്നില്ല. അതേപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള എം വർഗീസും, മുൻ ജില്ലാ സെക്രട്ടറി എം വർഗീസും ഈ വേദിയിലുണ്ടായിരുന്നു. വർഗീസും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും പ്രസ്താവന നടത്താൻ തയ്യാറായില്ല. ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളല്ല, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എ വിജയരാഘവനും ഈ യോഗത്തിൽ പ്രതിപാദിച്ചത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള AC മൊയ്തീൻ അതേപോലെ കെ രാധാകൃഷ്ണൻ അടക്കം ഇത്തരത്തിൽ ജനങ്ങളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് തൃശ്ശൂരിൽ ഒരു ജനകീയ പ്രതിരോധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സിപിഎം തന്നെ, അതായത് ഈ ഒരു പാർട്ടി തന്നെ ഇതിൽ കേസിൽപ്പെട്ട് നിൽക്കുന്നതോടുകൂടി വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിൽ കൂടിയാണ് സിപിഎം സംവിധാനങ്ങളെല്ലാം എന്ന് വേണം പറയാൻ. കാരണം തെരഞ്ഞെടുപ്പുകളെല്ലാം ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന കേസ് യഥാർത്ഥത്തിൽ സിപിഎമ്മിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവർക്ക് സ്വയം പ്രതിരോധിക്കാനോ സ്വയം ന്യായീകരിക്കാനോ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സിപിഎമ്മിനെ തന്നെ ഇതിൽ പ്രതി ചേർത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ അല്ലെ കേസ് എത്തിപ്പെടാനുള്ള സാധ്യതയും സിപിഎം കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് കനത്ത പ്രതിഷേധത്തിലൂടെ ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ അണികളെ അടക്കം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നിപ്പോ അല്പസമയത്തിനുള്ളിൽ തന്നെ ബിജെപിയുടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം കോർപ്പറേഷന് മുന്നിൽ നടക്കും. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ആ വിശദീകരണ യോഗത്തിൽ എന്താണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി ഈ ഇരകളാക്കപ്പെട്ടവർക്ക് നൽകിയ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനങ്ങൾ പാലിച്ചെന്നും ഒപ്പം തന്നെ ഇതിലെ പണം തട്ടിയവർക്കെതിരെ, കൊള്ള നടത്തിയവർക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന്, അതായത് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഉപാധ്യക്ഷയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവും. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.